നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദിവ്യ എസ് അയ്യർ IAS-നെതിരെ കുരുക്കൊരുങ്ങുന്നു. ഏറെ വിവാദമായ ഭൂമി പതിച്ചു നൽകൽ സംഭവത്തിൽ ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് VS അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അഭിഭാഷകനുമായ KM ഷാജഹാനാണ്. ദിവ്യ എസ് അയ്യർ IAS തിരുവനന്തപുരം സബ് കളക്ടറായിരിക്കെ വർക്കലയിലെ 1 കോടിയോളം രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ സംഭവത്തിലാണ് ഷാജഹാൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധമായി അന്നത്തെ തിരുവനന്തപുരം കളക്ടർ വാസുകിയും ലാൻഡ് റവന്യൂ കമ്മീഷണറും നൽകിയ റിപ്പോർട്ടുകൾ ഗൗരവകരമാണെന്നും ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ആവശ്യം. ഇത്രയും ഗുരുതരമായ സംഭവമുണ്ടായിട്ടും ദിവ്യ എസ് അയ്യർക്ക് എതിരായ നടപടി കേവലം സ്ഥലമാറ്റത്തിൽ മാത്രമായി ഒതുക്കിയെന്നും ദിവ്യ എസ് അയ്യരെ സഹായിച്ച അത്തരം ഉദ്യോഗസ്ഥർക്ക് എതിരെയും നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വർക്കല ഐരൂർ വില്ലേജിൽ സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന 27 സെന്റ് ഭൂമി റോഡ് പുറമ്പോക്കാണെന്ന് കണ്ടെത്തി വർക്കല തഹസീൽദാർ മുമ്പ് ഏറ്റെടുത്തിരുന്നു. ഇതിനെതിരെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഇക്കാര്യത്തിൽ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സബ് കളക്ടറെ ചുമതലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇതിനുശേഷം പരാതിക്കാരന്റെ വാദം കേട്ട സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ തഹസീൽദാരുടെ നടപടി ഏകപക്ഷീയമായി റദ്ദാക്കി ഈ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇത് അന്ന് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. കോൺഗ്രസ് MLA ശബരിനാഥിന്റെ ഭാര്യ കൂടിയായ സബ് കളക്ടർക്ക് എതിരെ ആദ്യം നടപടി ആവശ്യപ്പെട്ടത് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ്. അന്ന് വർക്കല MLA ആയിരുന്ന V ജോയി ഇത് സംബന്ധമായി പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇത് സംബന്ധമായി ജില്ലാ കളക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും നൽകിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ദിവ്യ എസ് അയ്യരെ സർക്കാർ സ്ഥലം മാറ്റിയെങ്കിലും കടുത്ത നടപടിക്ക് തുനിഞ്ഞിരുന്നില്ല. ഇത്രയും ഗുരുതരമായ കുറ്റം ചെയ്ത ദിവ്യ എസ് അയ്യർക്ക് എതിരെ 2 മുതിർന്ന IAS ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് നിയമവാഴ്ചയോടുള്ള അവഹേളനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷാജഹാനും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വിവിധ സ്വകാര്യ പരിപാടികൾ പങ്കെടുക്കുന്നതിനും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ ചെയ്യുന്നതിനും ദിവ്യ എസ് അയ്യർ പ്രതിഫലം വാങ്ങുന്നുണ്ടോ എന്നത് സംബന്ധമായും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് IAS ഓഫീസറായ ദിവ്യ എസ് അയ്യർക്ക് മേലധികാരികളുടെ അനുമതി ഉണ്ടോ എന്നതും വിജിലൻസ് അന്വേഷിക്കണമെന്നും KM ഷാജഹാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയുടെ പൂർണ്ണരൂപം ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. പരാതിയിൽ നടപടിയുണ്ടായില്ലെങ്കിൽ വിജിലൻസ് കോടതിയെ സമീപിക്കാനാണ് ഷാജഹാന്റെ തീരുമാനമെന്നാണ് ലഭിക്കുന്ന സൂചന.